ഹലോ ഗൈസ്, ഞാനിതിന് മുന്നേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. എന്താണ് അത്യാവശ്യമൊന്നും എന്തിനാണ് പോയതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ പിന്നെ പറയാം, ഇപ്പോൾ സമയമായിട്ടില്ല. അപ്പോൾ ഞാനിതിന് മുന്നേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇതാണ് എൻ്റെ പുകി ചെരുപ്പ്. ഞാനിത് പോകുന്ന ഫ്രണ്ടിന് ഈ സെയിം ചെരുപ്പുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരേ സെയിം ചെരുപ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് വരാം. ടാറ്റാ. പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു പ്രാവിനെ വളർത്തുന്നതാണ്. പക്ഷെ എനിക്ക് കാണുമ്പോൾ വിഷമം വരും. അതിന് കൂട്ടിലടച്ച് പൂട്ടിയിട്ടേക്കുക, പിന്നെ എങ്ങനെ പറക്കാനാ? പക്ഷെ എനിക്ക് തുറന്നു വിടാനൊക്കെ ഒരു ഇതുണ്ട്. നമ്മൾ തുറന്നു വിടേണ്ട, നമുക്ക് അടി കിട്ടും. അതുകൊണ്ട് ഞാൻ അതിനെ കുറച്ച് നേരം അതിനൊക്കെ നോക്കി നിന്ന് ട്രെയിനൊക്കെ കയറി. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അപ്പാർട്ട്മെൻറ്റായത്. അവിടെ പോയി ഞാൻ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം അവളുടെ ബാൽക്കണിയിൽ വായി നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ വന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടു, നമുക്ക് പുറത്ത് പോയി കോക്ടെയിൽ കുടിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഞാനിതിന് മുന്നേ ഞങ്ങൾ കോക്ടെയിൽ കുടിക്കാൻ പോയിട്ടുണ്ട്, നല്ലതാണ്. പക്ഷെ ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോടാ മഴ. നല്ല മഴയില്ല, ചാറ്റ മഴയാണ്. പക്ഷെ എനിക്കിഷ്ടമായി. ഇവിടെ ഒരു തോടുണ്ട്, ചെറിയൊരു തോടും മഴയും കാറ്റും തണുപ്പും നല്ല വെതറായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം നടന്നു, പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മൾ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യാറുള്ള നമ്മുടെ കോക്ടെയിലൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, കാര്യം അവിടെ 1-2 ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾക്ക് സാധനം പെട്ടെന്ന് കിട്ടി. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് അവിടെ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കോക്ടെയിൽ വന്നു. പിന്നെ ഇതൊക്കെ കുടിച്ച് കുറച്ച് നേരം പരദൂഷണമൊക്കെ പറഞ്ഞു, കുറച്ചധികം നേരം പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ലേറ്റായി. പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.